ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പർച്ചേസിങ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനും ഉപ്പിയും കൂടിയിട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ടൗണിലുള്ള ഷാലിമാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമായിട്ട് കിച്ചണിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതേപോലത്തെ കുറേ വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച മുന്നേ ആണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഇതാണ് ചിരവ, ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. ഈ മേലെ കാണുന്ന ഈ ഫോട്ടോയിലുള്ള ഇതുപോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ജലി എന്നുള്ള ബ്രാൻഡിലെ ഒരു സാധനമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നാട്ടിലൊന്നും കിട്ടാനില്ല. അപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടില്ല, ഇതൊക്കെ വാങ്ങിയ ശേഷമാണ് ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടിയും എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്, നമ്മൾ പെട്ടെന്നൊന്ന് ചെറിയെടുക്കാനൊക്കെ ഈസി ആയിട്ട് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ റബ്ബറൊക്കെ, അടിയിലുള്ള റബ്ബർ പെട്ടെന്ന് പോയി പോകുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു വേസ്റ്റ് ഡബ്ബ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചാൽ ഞങ്ങൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. പൊട്ടിപ്പോയത് കാരണം പുതിയതൊന്ന് വാങ്ങിയതാണ്. നന്ന ചെറുതല്ല, അതിൻ്റെ ഒരു ചെറിയൊരു സൈസ്. പിന്നെ ഈ കാണുന്നത് ഒരു ബോളാണ് കേട്ടോ, കറി വിളമ്പാൻ വേണ്ടിയിട്ട് വാങ്ങിയ 3 ബോളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ വലിയ റേറ്റൊന്നുമില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഒരാൾക്കൊക്കെ വിളമ്പാൻ വലിയ പാത്രത്തിൽ വിളമ്പുന്നതിനെക്കാട്ടി ഇതേപോലെ ചെറിയ പാത്രത്തിൽ വിളമ്പുന്നതല്ലേ സുഖം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ മേലെ കാണുന്ന ഈ സാധനമാണ് നമ്മുടെ മുറിക്കാനൊക്കെ എടുക്കുന്ന, ഉള്ളിയൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സാധനം, സ്ലൈസ് ചെയ്യാനൊക്കെ എടുക്കുന്ന സാധനം. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ എടുക്കുന്ന സാധനം. ഇതേ സെയിം സാധനം, സെയിം കളറിൽ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനം, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. ഒരു 5 കൊല്ലത്തിന് മുകളിലായി അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ പെട്ടെന്നത് ഒരു ദിവസം പൊട്ടിപ്പോയി, പണി മുടക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്ന് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ സാധനം ഉണ്ടായത്. പക്ഷേ ഇതിനേക്കാളും ക്വാളിറ്റി കുറവാണ് ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ യൂസ് ചെയ്തതിൻ്റെതിനെക്കാട്ടിയും വലിയ ക്വാളിറ്റി ഇല്ല. ബ്ലേഡൊക്കെ കുറേ ഉണ്ട്, പക്ഷേ ക്വാളിറ്റി അത്ര ഇല്ല. ബ്ലേഡ് ഒരുപാടുണ്ട്. ഓൺലൈനിൽ വാങ്ങിയത് ഇതിനെക്കാട്ടിയും മോശം ക്വാളിറ്റിയിലാണ് ഉണ്ടായത്. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ തന്നെ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ എടുത്തതാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് കാസ്ട്രോൾ. വീട്ടിൽ എന്തായാലും 1-2 കാസ്ട്രോൾ നിർബന്ധമായിട്ട് അത്യാവശ്യമായിട്ട് വേണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഗ്ലാസ് ലിഡുള്ള സാധനമായിരുന്നു, സ്റ്റീലിൽ വരുന്നത്, മുകളിലെ ഗ്ലാസ് ലിഡുള്ളത്. അപ്പം അതെന്ന് വെച്ചാൽ 2 കാസ്ട്രോളിലുള്ളത് 2ഉം പൊട്ടിപ്പോയി. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി, ഒന്നും എൻ്റെ മക്കളെ കയ്യിൽ നിന്ന് പൊട്ടി. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയുണ്ട്. ലിഡില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ ചൂടൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല കളർ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, തിരക്കേടില്ല. റേറ്റും അത്യാവശ്യം അഫോർഡബിളാണ്. ഇതിൻ്റെ തന്നെ 2 സൈസാണ് എടുത്തിട്ടുള്ളത്, ഈ ഒരു ചെറുതും ഈ ഒരു വലുതും. ഈ 2 സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതിൻ്റെ 3ഉം 4ഉം ഉണ്ട്. ഈ ഇങ്ങനെ 1 2 3 4 എന്നുള്ള 4 ഇതിൽ ഉണ്ട്, നല്ല വലുതും ഉണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല കളറും തിരക്കേടില്ല, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബീറ്ററാണ് കേട്ടോ. അപ്പം ബീറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നോവേര സാധനം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ, നല്ലോണം നീക്കുമ്പോൾ കുറേ നാൾ ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നോവേര തന്നെയാണ്. അത് ഏകദേശം ഒരു 8-9 കൊല്ലമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. പക്ഷെ ഇപ്പം അതിന് ഒരു ചെറിയ ബട്ടൺ പ്രശ്നം വരുന്നുണ്ട്. ബട്ടൺ അങ്ങനെ
നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പുതുതായിട്ടൊന്നും എടുത്തതാണ്. അപ്പോൾ അതും നല്ലതാണ്, നല്ല ക്വാളിറ്റി. ഉപയോഗിച്ച് തുടങ്ങിയിട്ടാകുമ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് ഈ ഒരു പാത്രമാണ് കേട്ടോ. ഈ ഒരു താവയല്ല, ഒരു പത്തിരി ഒക്കെ ചുടാൻ പറ്റുന്ന, പത്തലും പത്തിരിയും അതുപോലെ ചപ്പാത്തി, ദോശ, നെയ് റോസ്റ്റ് ഇതൊക്കെ ചുടാൻ പറ്റുന്നൊരു പാത്രമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്, ഉപയോഗിക്കാനും നല്ലതാണ്. അത്ര വലിയ വെയിറ്റില്ല, കാണാൻ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും അത്ര വെയിറ്റൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ ഒന്നും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ റേറ്റ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വാങ്ങിയിട്ടുള്ള ഈ ലിഡ്, സ്റ്റീലിൻ്റെ ലിഡില്ല ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല യൂസുള്ള സാധനമാണ്. പെട്ടെന്നൊക്കെ കറിയൊക്കെ ചൂടാക്കാനും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാനൊക്കെ ഈ ഒരു പാത്രം നല്ല യൂസാണ്. ഈ ഒരു പാത്രം കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, റേറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ എല്ലാ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്യാസ് സ്റ്റൗ. ഈ ഗ്യാസ് സ്റ്റൗവിന് ശേഷം ഞങ്ങൾ പ്രീതിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ 3 ബർണർ സ്റ്റൗവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് സാധനം ഉണ്ടാവുമല്ലോ, അടുപ്പിൽ വെക്കുമ്പോൾ സ്റ്റാൻഡ് പോലെ ബ്ലാക്ക് കളർ, അത് തുരുമ്പ് പിടിച്ച് പോകുന്നു, പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകുന്നു. അതുപോലെ തന്നെ 3 ബർണർ ആയാലും നമ്മൾക്ക് ആ 3 ബർണർ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒന്ന് മാറ്റി ഈ ഒരു പുതിയതെടുത്തു. ഇതും 3 ബർണറാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കിച്ചൺ പർച്ചേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.